ചില മാതാപിതാക്കൾ ചിന്തിക്കും, എൻ്റെ ചെറിയ പ്രായത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അറിഞ്ഞു വളർന്നതാണ്. പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പൈസ ഇല്ലാത്തതിൻ്റെ നിന്ന, കളിയാക്കൽ, ഇതെല്ലാം ജീവിതത്തിൽ കണ്ടും അനുഭവിച്ചും ഞാൻ വളർന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിലുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകാതിരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് ചെയ്തു കൊടുക്കണം. സത്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് ശരിയല്ല. കാരണം കുഞ്ഞുങ്ങൾ കാശിൻ്റെ വില അറിയണം, കാശിൻ്റെ മൂല്യം അറിയണം, കാശിൻ്റെ ആവശ്യങ്ങൾ അറിയണം, എങ്ങനെയാണ് സാമ്പത്തികം ഉണ്ടാകുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വേറൊന്നിനുമല്ല, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരറിയരുത് എന്ന് കരുതി അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പം പൈസ എങ്ങനെ ഉണ്ടാക്കുന്നു, പൈസയുടെ ആവശ്യം ഇല്ലെങ്കിൽ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവരതറിയാതെ പോകും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ട് ഈ ഒരു കഷ്ടപ്പാടും ഈ ഒരു കുറ്റപ്പെടുത്തലുകളും എൻ്റെ കുഞ്ഞറിയരുത് എന്നോർത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പം അതിനൊരു നല്ല റിസൾട്ട് അല്ല വരുന്നത്. അവരറിയണം സാമ്പത്തികത്തിൻ്റെ ആവശ്യം, സാമ്പത്തികമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവരൊന്നും അറിയണം. എന്നാൽ മാത്രമേ കയ്യിൽ വരുന്ന പൈസ അത് ഉപയോഗിച്ച് തീർക്കാതെ കുറച്ച് സൂക്ഷിച്ച് വെച്ചാൽ എൻ്റെതായ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. അതിനെക്കുറിച്ച് ഇവർക്ക് അറിഞ്ഞാൽ മാത്രമേ ആ കാശിൻ്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ച് കൊടുത്താൽ അവരുടെ വിചാരം അവരുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടുന്ന സമയത്ത് ഇത് ചിലവാക്കിയാലും സാരമില്ല, കാരണം ഇത് ചിലവാക്കിയാൽ എനിക്ക് നാളെ ഒരാവശ്യം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തരും, എന്നെ സഹായിക്കും എന്ന് ചിന്തിക്കാതെ ഞാൻ ഈ ചിലവാക്കുന്ന ഈ ഒരാവശ്യം, ഇതെൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടോ, ഞാൻ ആ കിട്ടിയ 100 രൂപയെങ്കിൽ 100 രൂപ അത് ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് ജനുവിനായ ഒരാവശ്യം വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാം. നമ്മൾ ആ രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. ഇനി അവർക്കിഷ്ടപ്പെട്ട ചില സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് തന്നെ പറയാം, നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഈ സാധനം, ഇതിൻ്റെ ആവശ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കയ്യിൽ പഴയ സാധനം നേരത്തെ മേടിച്ചത് അത് ഉണ്ടോ? നിങ്ങളൊന്ന് സ്വയമായിട്ട് ചിന്തിക്കാൻ നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ ആ മേടിക്കുന്നതിനെ ഒന്ന് വിലക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു 2 മാസം കഴിയുമ്പം, ഇനി ഒരു ഡ്രസ്സിൻ്റെ ആവശ്യമാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഒരു ഇന്ന പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഈ ഡ്രസ്സ് മേടിക്കാം, അന്നേരം നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. ഇനി ക്രയോൺസോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമുക്ക് അവരോട് പറയാം, നിങ്ങൾക്ക് നേരത്തെ മേടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇനി അത് തീർന്നതിന് ശേഷം മാത്രം പുതിയ ഒരെണ്ണം മേടിച്ചാൽ പോരെ. ഇങ്ങനെ നമ്മൾ അവരെ കൊണ്ട് സ്വയമായിട്ട് ചിന്തിപ്പിക്കുന്ന സമയത്ത് നമ്മളത് മേടിക്കാൻ വിലക്കുന്ന കാര്യങ്ങൾ അവർക്കതിന് വിഷമം ഉണ്ടാകത്തില്ല. ആദ്യം ചെറിയ വാശിയൊക്കെ തോന്നിയാലും അവർക്കത് പിന്നീട് അവർക്ക് തോന്നും, ശരിയാണല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം തീരട്ടെ, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ, നമുക്ക് ആ സമയത്ത് മേടിക്കാം. അപ്പം നമ്മൾ അവരെ വിലക്കിയതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടാകത്തുമില്ല. നമ്മൾ മേടിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഒരു വാശിയോ നമ്മളോടൊരു ചെറിയ സമയത്തേക്ക് വേണ്ടി ഒരു ദേഷ്യമോ ഒന്നും അവർക്ക് തോന്നത്തില്ല. നമ്മളിങ്ങനെ വിലക്കുന്ന സമയത്ത് അന്ന് നിനക്ക് മേടിച്ച് തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിക്കരുത്. ഒരു സാധനം മേടിച്ചാൽ സൂക്ഷിച്ചു വെക്കത്തില്ല, പറഞ്ഞാലൊരു അനുസരണയില്ല, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, ഈ രീതിയിൽ ശകാരിച്ചുകൊണ്ട് നമ്മൾ അവരെ വിലക്കരുത്. ഇങ്ങനെ കുറ്റപ്പെടുത്തി അവരെ വിലക്കുന്നത് കൊണ്ട് നമ്മൾ വിലക്കിയതിൽ നിന്നും അവർ പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നുമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാവിയിൽ അവരായിത്തീരത്തുമില്ല. കാരണം അവരുടെ ഉള്ളിൽ അവർ മേടിക്കുന്നതിൽ നിന്നും നമ്മൾ അവരെ വിലക്കിയത് കൊണ്ട് അവർക്കൊരു ദേഷ്യം ആ സമയത്ത് തോന്നുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ അവരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
അവരുടെ കയ്യിൽ കിട്ടിയ ആ പൈസ സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അവരുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുതിർന്നു വരുംതോറും പൈസ സൂക്ഷിച്ചു വെക്കാനും നമ്മൾ അവരെ ശീലിപ്പിക്കണം.